ഹായ് എവരിബഡി, ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ ഷണൈസി, കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ റുമറ്റോളജിസ്റ്റാണ്. ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്താവർ KMC എതിർവശമുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസ് എന്നാണ്. ഈ വീഡിയോയിൽ നമുക്ക് വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഒരു റുമറ്റോളജിസ്റ്റ് സാധാരണയായിട്ട് വേദന സംഹാരികൾ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് എഴുതുന്നത് സന്ധിവാതം കൊണ്ടുണ്ടാകുന്ന വേദനക്കാണ്. അപ്പം ഒട്ടുമിക്കവാറും പേഷ്യൻസും വേദന ഉണ്ടെങ്കിൽ ഈ ഗുളിക കഴിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ പെയിൻ കില്ലേഴ്സ് കൊടുക്കുമ്പം അവർ പറയും, വേണ്ട ഡോക്ടറെ, ഈ ഗുളിക കഴിച്ചാൽ നമ്മളെ കിഡ്നിക്ക് തകരാറാവുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഒരു പേഷ്യൻറ്റിന് പരമാവധി മാക്സിമം 5 വേദനയുടെ ഗുളിക വരെ ഒരു മാസം കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ റുമറ്റോളജിസ്റ്റുകൾ മരുന്ന് എഴുതുന്നത് സന്ധിവാതം കൊണ്ടുണ്ടാകുന്ന വേദനക്കാണ്. നമ്മൾ സന്ധിവാതത്തിന് വേറെ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് മിത്തോട്രിക്സേറ്റ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, ലെഫ്ലുനമൈഡ്, സൾഫസലസിൻ, ടോഫസാറ്റിനിബ് എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ സന്ധിവാതത്തിന് കൊടുക്കുന്നതാണ്. ഈ മരുന്നിന് പറയുന്ന പേരാണ് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ DMARDs. ഈ മരുന്നുകൾ കഴിക്കുമ്പം സന്ധിവാതം കുറഞ്ഞു വരും. സന്ധിവാതം കുറയുമ്പം സന്ധിവാതം കൊണ്ടുണ്ടാകുന്ന വേദനയും നീർക്കെട്ടൊക്കെ കുറഞ്ഞു വരും. കൃത്യമായിട്ട് ഗുളിക കഴിച്ചാൽ വേദന സംഹാരികളുടെ ആവശ്യം വരില്ല. പക്ഷേ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുമ്പം ചില ആൾക്കാർ ചിലപ്പം ഗുളിക കഴിക്കാൻ മറന്നു പോകും. അന്നേരമാണ് വേദന ഇടയ്ക്കുണ്ടാവുന്നത്. ഈ വേദനയ്ക്ക് പറയുന്നതാണ് ബ്രേക്ക് ത്രൂ പെയിൻ. ഈ വേദന വന്നാലാണ് നമ്മൾ വേദനയുടെ ഗുളിക കഴിക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പേ തന്നെ വേദനയ്ക്കുള്ള ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ ജെല്ല് നമ്മൾ ദിവസേന 3 നേരം 2-3 ദിവസം തേക്കാൻ വേണ്ടി പറയും. അതിനുശേഷം 3-ാമത്തെയും 4-ാമത്തെയും ദിവസം വേദന കുറഞ്ഞിട്ടെങ്കിൽ മാത്രമാണ് വേദന സംഹാരികൾ കഴിക്കാൻ വേണ്ടി പറയാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വേദന സംഹാരികളുടെ ആവശ്യം വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പേഷ്യൻസ് പറയും, ഡോക്ടറെ, സന്ധിവാതത്തിന് നിങ്ങൾ തന്ന മരുന്ന് എൻ്റെ പെങ്ങൾ വഴുതി വീണപ്പോൾ ഞാൻ കൊടുത്തു, പക്ഷേ അവർക്ക് വേദന കുറഞ്ഞില്ല. അതിന് 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, വീണിട്ട് ആ പേഷ്യൻ്റെ പെങ്ങളിന് ചിലപ്പോൾ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടാവും. ആ ഫ്രാക്ചർ കാണിക്കേണ്ടത് ഓർത്തോപെഡീഷ്യനാണ്. അപ്പോൾ ഫ്രാക്ചർ കൊണ്ടുള്ള വേദന നമ്മൾ കൊടുക്കുന്ന വേദന സംഹാരികൾ, അതായത് നമ്മളങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കാൻ കൊടുക്കാറില്ല. മാക്സിമം ഒരു മാസത്തേക്ക് 5 വേദനയുടെ ഗുളിക മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുളികകൾ നമ്മൾ ഒരു പേഷ്യൻറ്റിന് ടെയിലർ മെയ്ഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് വേദന സംഹാരികളുടെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, പ്രൊപ്പനിക് ആസിഡ് ഡെറിവേറ്റീവ്, ആന്ത്രലിക് ആസിഡ് ഡെറിവേറ്റീവ്, അസിറ്റേറ്റഡ് സാലിസിലേറ്റ്സ്, നോൺ അസിറ്റേറ്റഡ് സാലിസിലേറ്റ്സ് എങ്ങനെയാണ്. അപ്പം ഒരു ഗ്രൂപ്പുള്ള മരുന്ന് ചിലയാൾക്ക് പറ്റും, അതേ ഗ്രൂപ്പുള്ള മരുന്ന് ചിലയാൾക്ക് പറ്റില്ല. അപ്പം ഒരു ഗ്രൂപ്പുള്ള മരുന്ന് ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് മാറി കൊടുക്കും. അപ്പം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഒരു വേദനക്കുള്ള റെസ്പോൺസ് വേദന സംഹാരികൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഗുളിക കൊടുക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ തന്നെ പേഷ്യൻ്റ് വേദന കുറവില്ല എന്ന് പറയുമ്പം വേദനൻ്റെ ഗുളിക മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും, ഞങ്ങൾ അലോപ്പതി മരുന്ന് കഴിക്കാത്തത് വേദന സംഹാരികൾ കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടുള്ള ഭയം കൊണ്ടാണെന്ന്. പക്ഷേ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സന്ധിവാതം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു റുമറ്റോളജിസ്റ്റിനെ കാണിക്കണം. നിങ്ങൾ എന്നെ കാണിക്കണമെങ്കിൽ അത്താവർ KMC എതിർവശമുള്ള അമൃത സെൻറ്റർ ഫോർ റുമാറ്റിക് ഡിസീസിലേക്ക് വന്നാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.